Franchising. In the modern world business, the franchising is a fast developing technique of business expansion. It's a business strategy for getting and keeping customers. It creates an image in the mind of customers about how the product and services of a company can help them. The franchising is a system for selectively distributing goods or services through outlets owned by dealer. Basically, a franchise is a person അടയാളപ്പെടുത്തുക ആസ് എ പേറ്റൻറ്റ് ഓർ എ ട്രേഡ് മാർക്ക് അവിടെ മുതലുള്ള പോർഷനാണ് ഇമ്പോർട്ടൻറ്റ്. ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇസ് എ പേറ്റൻ്റ് ആവാം, അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് ആവാം, അല്ലെങ്കിൽ ലൈസൻസ് ആവാം. എന്തിനു വേണ്ടിയാണ്? ദാറ്റ് എൻറ്റൈൽഡ് ദ ഹോൾഡർ ടു മാർക്ക് ആൻഡ് പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റോ സർവീസോ മാർക്കറ്റിൽ ഇറക്കാനുള്ള ഒരാളുടെ അധികാരം. അത് പേറ്റൻ്റ് ആവാം, ട്രേഡ് മാർക്ക് ആവാം, ലൈസൻസിങ് ആവാം. അണ്ടർ എ ബ്രാൻഡ് നെയിം ആസ് എ പ്രീ ഡിഫൈൻഡ് ടേം ആസ് കണ്ടീഷൻ. അത് പ്രീ ഡിഫൈൻഡ് ടേംസോടും കണ്ടീഷനോടും കൂടി ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാനുള്ള ഒരാളുടെ റൈറ്റിൻ്റെ പേരാണ് ഫ്രാഞ്ചൈസി. A franchising is a network of independent business relationship that allow a number of people to share a brand identification. അതായത് ഒന്നിലധികം നമ്പർ ഓഫ് പീപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ബ്രാൻഡിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗോദ്രേജിൻ്റെ അതിൻ്റേതായ സിമ്പിളുണ്ട്, PG അതിൻ്റേതായ സിമ്പിൾസ് ഉണ്ട്, ട്രേഡ് മാർക്കുണ്ട് അല്ലേ? അത് കസ്റ്റമർ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ. ദെൻ ഓൾസോ എ സക്സസ്ഫുൾ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ് സക്സസ് ആയിട്ട് കൊണ്ടുപോകാനുള്ളൊരു ഉപാധിയാണ്. അതിൻ്റെ പ്രൂവൺ മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അവരുടെ മാർക്കറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വളരെ എഫക്റ്റീവ് ആക്കാനും എന്താവശ്യമാണ്? ഫ്രാഞ്ചൈസിങ് ആവശ്യമാണ്. അക്കോർഡിംഗ് ടു ഡേവിഡ് എച്ച് ഹോൾട്ടർ ഡിഫൈൻ ചെയ്യുന്നത്, ഫ്രാഞ്ചൈസിങ് ഈസ് എ ബിസിനസ് സിസ്റ്റം. അത് ക്രിയേറ്റ് ചെയ്യുന്നത് കോൺട്രാക്ട് ബിറ്റ്വീൻ പേറ്റൻറ്റ് കമ്പനിയും ആ പേറ്റൻറ്റ് കമ്പനിയുടെ പേരാണ് കോൾഡ് ഫ്രാഞ്ചൈസർ. അതായത് ആരാണോ ഈ പേറ്റൻറ്റ് കൊടുക്കുന്നത്, അതായത് ആരുടെ കയ്യിലാണോ പേറ്റൻറ്റിൻ്റെ ആ പ്രൊഡക്റ്റിൻ്റെ ഉടമസ്ഥ അവകാശമുള്ളത്, അയാളുടെ പേരാണ് ഫ്രാഞ്ചൈസർ. ആൻഡ് ദി അക്വയറിങ് ബിസിനസ് ഓണർ കോൾഡ് ദ ഫ്രാഞ്ചൈസി. അത് ആരാണോ ഏറ്റെടുക്കുന്നത്, അത് അക്വയർ ചെയ്യുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഫ്രാഞ്ചൈസർ. അയാളുടെ പ്രൊഡക്റ്റുകൾ മറ്റൊരാൾ ഏറ്റെടുത്ത് അത് നടത്തുന്നെങ്കിൽ അയാളുടെ പേരാണ് ഫ്രാഞ്ചൈസി. മനസ്സിലാവുന്നോ? ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേറ്റൻറ്റ് നമ്മൾ കുറച്ച് നാളത്തേന് യൂസ് ചെയ്യുകയാണ്. അപ്പം ആ എക്സ് എന്ന് പറഞ്ഞ വ്യക്തി ഫ്രാഞ്ചൈസറും അയാളാണ് റിയൽ ഓണർ. ഞാനത് കുറച്ച് നാളത്തേന് വേണ്ടി മാത്രം യൂസ് ചെയ്താൽ അത് ഫ്രാഞ്ചൈസി. ദെൻ ഓൾസോ വിത്ത് എ പ്രൊഡ്യൂസർ ടു സെൽ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഫോർ എ സ്പെസിഫൈഡ് ഫീ ഓർ കമ്മീഷൻ. എങ്ങനെയാണ്? സ്പെസിഫൈഡ് ഫീയോ കമ്മീഷനോ കൂടി, സ്പെസിഫൈഡ് കമ്മീഷനോ ഫീസോ അടച്ച് കുറച്ച് നാളത്തേന് വേണ്ടി മാത്രം യൂസ് ചെയ്യാനുള്ള ഒരു അധികാരം. ദെൻ ഓൾസോ എസ്പെഷ്യലി ഇൻ ബിസിനസ് വിത്ത് എ ഗുഡ് ട്രാക്ക് റെക്കോർഡ് ഓഫ് പ്രോഫിറ്റബിലിറ്റി. അതായത് ലാഭം ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഫ്രാഞ്ചൈസിങ്ങിന്. ഫീച്ചേഴ്സാണ് ഇറ്റ്സ് എ കോൺട്രാക്ട് ബൈ വിച്ച് ഓണർ ഓതറൈസ് അനദർ പാർട്ടി ടു യൂസ് ടു ഹിസ്. അതായത് ഒരാൾ ഓതറൈസ് ചെയ്യാണ്, അതായത് കോൺട്രാക്റ്റിലെ ഓണർ, ഞാനാണിപ്പോൾ എൻ്റെ ആ പ്രൊഡക്റ്റിൻ്റെ ഓണറെങ്കിൽ ഞാൻ പറയുകയാണ് എൻ്റെ പ്രൊഡക്റ്റിൻ്റെ അധികാരം കുറച്ച് നാളത്തേന് ഞാൻ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്നു. ആൻഡ് ആ പാർട്ടി ടു ഓതറൈസ്ഡ് അനദർ പാർട്ടി ടു യൂസ് ഹിസ് പ്രൊഡക്റ്റ്. അവരുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനുള്ള അധികാരം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്നു. എങ്ങനെയാണ്? ഫോർ എ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ കമ്മീഷൻ, ഒരു കമ്മീഷൻ മേടിച്ചുകൊണ്ട്. The franchisee has to follow the policy regarding the mode of conduct of business as per agreement. അതായത് ഈ ഫ്രാഞ്ചൈസിങ് എഗ്രിമെൻറ്റ് ഫോളോ ചെയ്യുന്ന എങ്ങനെയായിരിക്കും? ഒരു എഗ്രിമെൻറ്റ് വെച്ചുകൊണ്ടായിരിക്കും. ഈ എഗ്രിമെൻറ്റ് രണ്ട് വ്യക്തികളാണുള്ളത്, ഫ്രാഞ്ചൈസറും ഫ്രാഞ്ചൈസി. എ ഫ്രാഞ്ചൈസർ പ്രൊവൈഡ് എ ഫ്രാഞ്ചൈസി വിത്ത് കണ്ടിന്യൂസ് മാർക്കറ്റ് സപ്പോർട്ട് ആൻഡ് ടെക്നോളജി ടു അണ്ടർടേക്ക് ബിസിനസ് ആർ സ്റ്റാർട്ടഡ് ഇൻ ദി എഗ്രിമെൻറ്റ്. അതായത് ഫ്രാഞ്ചൈസിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് സപ്പോർട്ട് കാണും, ടെക്നോളജി കാണും, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ എഗ്രിമെൻറ്റിൽ എന്ന് മുതൽ അയാൾ ഒപ്പിടുന്നു. അതായത് ഫ്രാഞ്ചൈസറും ഫ്രാഞ്ചൈസിയും തമ്മിൽ എഗ്രിമെൻറ്റിൽ എന്ന് തൊട്ട് ഒപ്പിടുന്നു അന്ന് മുതൽ എന്ത് ചെയ്യും? സോ ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഫ്രാഞ്ചൈസർ അനുഭവിച്ച, അയാൾ എക്സ്പീരിയൻസ് ചെയ്ത, അയാളുടെ സ്വന്തമായിട്ടുണ്ടായിരുന്ന ടെക്നോളജി, അയാളുടെ അഡ്വർടൈസിങ്, ഇതിലെല്ലാം എഫക്റ്റും ഈ ഫ്രാഞ്ചൈസി എന്നുള്ള വ്യക്തിക്കും കിട്ടും. ദെൻ ഓണർഷിപ്പ് കനോട്ട് ബി എന്ത് ചെയ്തില്ല? ട്രാൻസ്ഫർ ചെയ്തില്ല. കാരണം ഫ്രാഞ്ചൈസിയിലേക്ക് ഓണർഷിപ്പ് മാത്രം ട്രാൻസ്ഫർ ചെയ്തില്ല, ജസ്റ്റ് വാടക പോലെ. ഫ്രാഞ്ചൈസി പെർമിറ്റഡ് യൂസ് ഓഫ് ബിസിനസ് നോ ഹൗ ആൻഡ് ബ്രാൻഡ് നെയിം ദ സ്പെസിഫൈഡ് നെയിം ആസ് മെൻഷൻഡ് ഇൻ എഗ്രിമെൻറ്റ് പറഞ്ഞ പോലെ തന്നെ ഒരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിലേക്ക് സ്പെസിഫൈഡ് പ്രൊഡക്റ്റ് കുറച്ച് നാളത്തേന് വേണ്ടി മാത്രം യൂസ് ചെയ്യാനുള്ള അധികാരം. ഇറ്റ് ക്യാൻ ബി ടെർമിനേറ്റഡ് ബിഫോർ ദ എക്സ്പയറി ഓഫ് ഫ്രാഞ്ചൈസി പീരീഡ്. അതായത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എക്സ്പയറി ആകുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം. ഇപ്പോൾ ഫ്രാഞ്ചൈസി ഇവരുടെ ട്രേഡ് മാർക്കും ഇവരുടെ അധികാരങ്ങളും ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇത് തീരുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം? ഇത് ടെർമിനേറ്റ് ചെയ്ത് ക്യാൻസലാക്കി കളയാം. ഇനിയും ഫ്രാഞ്ചൈസിങ്ങിൻ്റെ
advantage ആണ്. ഫസ്റ്റ് ഫ്രാഞ്ചൈസി മേക്സ് എ റിസ്ക് ഗെറ്റിംഗ് ബിസിനസ് സ്റ്റാർട്ടഡ് ഈസിയർ സിൻസ് ദ ഫ്രാഞ്ചൈസി ഗെറ്റ് എ ബിസിനസ് ഫോർമാറ്റ്. അതായത് ഫസ്റ്റ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രാഞ്ചൈസിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഗെറ്റിംഗ് ബിസിനസ് സ്റ്റാർട്ടഡ് ഈസിയർ, വളരെ പെട്ടെന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ബിസിനസ് ഫോർമാറ്റ് എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. കാരണം മറ്റൊരാൾ ചെയ്ത് വർക്ക് തന്നെ നമ്മളിത് ചെയ്യുന്നുള്ളൂ. കാരണം ആ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ട്രേഡ് മാർക്ക് കസ്റ്റമറിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഫ്രാഞ്ചൈസർക്ക് കിട്ടുന്ന എല്ലാ തരത്തിലുള്ള ആനുകൂല്യം നമുക്കും കിട്ടും. There is a less chance of failure as the franchising tries to business format which I already tested and found to work. അതായത് ഈ പറഞ്ഞിരിക്കുന്ന മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഫെയിലിയർ ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. കാരണം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ളൊരു ഫ്രാഞ്ചൈസർ ആണെങ്കിൽ, അതായത് വളരെയധികം മറ്റുള്ള കസ്റ്റമറിൻ്റെ മുൻപിൽ ഏറ്റവും വിലപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കസ്റ്റമർ അംഗീകരിക്കപ്പെടുന്ന ഒരു ഫ്രാഞ്ചൈസർ ആണെങ്കിൽ നമ്മൾ ആ ഫ്രാഞ്ചൈസിയറിൽ നിന്നാണ് നമ്മുടെ പേറ്റൻറ്റ് അവരോട് നിന്ന് മേടിച്ചെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ ഒരിക്കലും ഫെയിലിയർ ആകത്തില്ല. ദെൻ ഓൾസോ എ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഫ്രാഞ്ചൈസി ഹാസ് അഡ്വാൻറ്റേജ് ഓഫ് പോപ്പുലാരിറ്റി ആൻഡ് റെക്കഗ്നേഷൻ. അതായത് ഇപ്പം ഗോദ്രേജിൻ്റെ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ ട്രേഡ് മാർക്ക് നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യമൊന്നുമില്ല. കാരണം എന്താ, വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണെന്ന് അറിയാം, അതുകൊണ്ട് തന്നെ പോപ്പുലാരിറ്റി കിട്ടും. ദെൻ ഓൾസോ പർച്ചേസിങ് പവർ ഓഫ് ദി ഫ്രാഞ്ചൈസി. അതായത് ഫ്രാഞ്ചൈസിങ് എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഫ്രാഞ്ചൈസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പർച്ചേസിങ് എബിലിറ്റി എന്ത് ചെയ്യത്തുള്ളൂ, കൂടത്തുള്ളൂ. ദെൻ ഓൾസോ ഫ്രാഞ്ചൈസി get the profit of the franchisor research and development in improving the product. അതായത് ഈ പറഞ്ഞ ഫ്രാഞ്ചൈസിയെ സംബന്ധിച്ചിടത്തോളം ഫ്രാഞ്ചൈസറിൽ നിന്നും റിസർച്ച് ആക്ടിവിറ്റിക്ക് വേണ്ടി ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി, പ്രൊഡക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റിനൊക്കെയുള്ള എന്ത് കിട്ടും, ബെനിഫിറ്റുകൾ കിട്ടും. ദെൻ ഫ്രാഞ്ചൈസി ഹാസ് ദി പ്രിവിലേജ് റൈറ്റ് ടു ഫ്രാഞ്ചൈസി വിത്തിൻ ദ ഗിവൺ ഏരിയ. അതായത് ഒരു സ്പെസിഫൈഡ് ഏരിയയിലുള്ള എല്ലാ റൈറ്റുകളും, ആ ഫ്രാഞ്ചൈസിങ് ഏരിയയിലുള്ള സ്പെസിഫൈഡ് റൈറ്റുകളെല്ലാം യൂസ് ചെയ്യാനുള്ള അധികാരം ഫ്രാഞ്ചൈസിക്കുണ്ട്. ദ പ്രോസ്പെക്ടസ് ഓഫ് ഒബ്റ്റെയിനിങ് ലോൺ ഫെസിലിറ്റി ഇൻ ദ കേസ് ഓഫ് ഫ്രാഞ്ചൈസിങ് ഈസ് മോർ കമ്പയർഡ് ടു അതർ ബിസിനസ്. മറ്റ് ബിസിനസ്സുകളെ സംബന്ധിച്ചേക്കാളും ലോൺ ഫെസിലിറ്റി, അതായത് ഇപ്പോൾ എന്തെങ്കിലും ലോണോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫ്രാഞ്ചൈസിങ് എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അത് കിട്ടാൻ എളുപ്പമാണ്. ദെൻ ഓൾസോ ഫ്രാഞ്ചൈസ് ഗെറ്റ് ദ റൈറ്റ് ടു ഫ്രാഞ്ചൈസ് ട്രേഡ് മാർക്ക് അണ്ടർ ലൈസൻസ്. ദ ഫ്രാഞ്ചൈസിക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്, യൂസ് ഫ്രാഞ്ചൈസ് ട്രേഡ് അണ്ടർ ഒരു സിമ്പിൾ ലൈസൻസ് കൊണ്ട്, ഒരു സിമ്പിൾ ലൈസൻസിങ് ടേം കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, ആ ട്രേഡ് മാർക്ക് യൂസ് ചെയ്യാനും ആ ലൈസൻസ് യൂസ് ചെയ്യാനും സാധിക്കുന്നു. ദെൻ ഫ്രാഞ്ചൈസിങ് എക്സ്പാൻഡ് ദ നെറ്റ്വർക്ക് ഓഫ് ദി ഫ്രാഞ്ചൈസർ ആൻഡ് ഹെൽപ്പ് ഹിം ടു ഒബ്റ്റെയിൻ എക്സ്പാൻഷൻ ഓഫ് ക്യാപിറ്റൽ. അതായത് ഫ്രാഞ്ചൈസിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നെറ്റ്വർക്ക് ഫെസിലിറ്റി, അതായത് നമ്മൾ നേരത്തെ എന്താ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു അല്ലേ, ആ നെറ്റ്വർക്കുകൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനും, അതായത് ഫ്രാഞ്ചൈസറിൽ നിന്നാണ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുക, അങ്ങനെ ക്യാപിറ്റൽ എക്സ്പാൻഷൻ നടത്തും. ഫ്രാഞ്ചൈസിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഫ്രാഞ്ചൈസറിൻ്റെ നെറ്റ്വർക്കിംഗ് സിസ്റ്റം കൂടുതൽ വിപുലപ്പെടുത്താനും അതുവഴി ഫ്രാഞ്ചൈസിക്ക് ഗുണമുണ്ടാകാനും സാധിക്കും. ദ ഫ്രാഞ്ചൈസ് പ്രൊവൈഡ് വിത്ത് റെഗുലർ ഫീഡ്ബാക്ക് റിഗാർഡിംഗ് പ്രൊഡക്ട്സ്, ഇറ്റ്സ് പോപ്പുലാരിറ്റി ആൻഡ് നീഡ്സ്, ചോയ്സസ് ഓഫ് കസ്റ്റമർ. അതായത് ഈ പറഞ്ഞിരിക്കുന്ന കസ്റ്റമറിനെ കുറിച്ച്, പ്രൊഡക്റ്റിനെ കുറിച്ച് ഏറ്റവും റിലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യാൻ ഫ്രാഞ്ചൈസറിന് സാധിക്കുന്നു. ദ ഇൻക്രീസ് ഇൻ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഹെൽപ്സ് ഇംപ്രൂവിങ് ദ ഗുഡ്സ് ഓഫ് ദി ബിസിനസ്. സോ അടുത്താണ് പറയുന്നത് ദി ഇൻക്രീസ് ഇൻ ഏരിയ ഓഫ് ഓപ്പറേഷൻ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു സ്പെസിഫൈഡ് ഏരിയയിലാണ് ഇതുവരെ ചെയ്തത്, അപ്പോൾ നമുക്ക് അവിടെ കൂടുതൽ ആവുകയാണ്, നമ്മൾ മറ്റൊരു ഏരിയയോടെ പിടിക്കും അല്ലേ, അങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ വിപുലപ്പെടുത്താൻ നോക്കും. അതാണ് പറയുന്നത് ഓപ്പറേഷൻ, അതായത് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നു. അടുത്ത ടാലൻറ്റഡ് പീപ്പിൾ ക്യാൻ ബി അട്രാക്റ്റഡ് ടു ഫ്രാഞ്ചൈസിങ് ആസ് ദി റിസ്ക് ഇൻവോൾവ് ഇൻ ദി ബിസിനസ് ഇസ് ലെസ് കമ്പയർഡ് ടു സ്റ്റാർട്ടിങ് ന്യൂ വൺ. അതായത് ഒരു ടാലൻറ്റഡ് പീപ്പിൾ ആണെങ്കിൽ ഫ്രാഞ്ചൈസിങ് എഗ്രിമെൻറ്റിൽ കൂടുതൽ അട്രാക്റ്റഡ് ആണ്. കാരണം റിസ്ക് ഇൻവോൾവ് ഇൻ ദി ബിസിനസ് ലെസ്, കാരണം മറ്റ് ബിസിനസ്സുകളെക്കാളും മറ്റ് ആക്ടിവിറ്റിയെക്കാളും ലെസ് ക്യാപിറ്റൽ മതി. കാരണം കൂടുതൽ നമുക്ക് വിശ്വസിക്കാം. കാരണം ഒരു ഫ്രാഞ്ചൈസർ പരീക്ഷണം നടത്തി ഒരു പ്രൊഡക്റ്റിൻ്റെ ട്രേഡ് മാർക്കാകുമ്പോൾ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്കും ആ ബെനിഫിറ്റ് തന്നെ കിട്ടും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എഗ്രിമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം റിസ്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ബിസിനസ്സുകൾ മുന്നോട്ട് വരുന്നതനുസരിച്ച് കൂടുതൽ കസ്റ്റമറെ എന്ത് ചെയ്യും, അട്രാക്റ്റ് ചെയ്യും. അതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ദർ ഇസ് നോ സ്കോപ്പ് ഫോർ ദി ഫ്രാഞ്ചൈസി ടു മേക്ക് ഓഫ് യൂസ് ഹിസ് ക്രിയേറ്റിവിറ്റി. ഹി ഹാസ് ടു വർക്ക് ആസ് പെർ ദി ബിസിനസ് ഫോർമാറ്റ് ഗിവൺ ബൈ ദി ഫ്രാഞ്ചൈസർ. അയാൾക്ക് സ്വന്തമായിട്ട് ഫ്രാഞ്ചൈസിക്ക് ഒരു മൊബിലിറ്റി ഇല്ല. കാരണം ഈ ഫ്രാഞ്ചൈസർ എന്താണോ പറയുന്നത്, ഫ്രാഞ്ചൈസിയുടെ പറയുന്ന ഫ്രാഞ്ചൈസർ പറയുന്ന ആ ഏരിയയിലും സ്കോപ്പ് മാത്രമേ ഉള്ളൂ അല്ലേ, അതനുസരിച്ച് മാത്രമേ സ്കെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ആ പ്രൊഡക്റ്റിൻ്റെ ട്രേഡ് മാർക്ക് ഇങ്ങനെ യൂസ് ചെയ്യാനോ അങ്ങനെ യൂസ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അയാൾ പറയുന്ന പോലെ തന്നെ റെസ്ട്രിക്റ്റഡ് ആണ്.
രണ്ടാമത് എ നമ്പർ ഓഫ് റെസ്ട്രിക്ഷൻ റിഗാർഡിംഗ് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ. ഇപ്പം എവിടെ ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് ഇന്ന സ്ഥലങ്ങളിൽ മാത്രമേ കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ പറ്റത്തുള്ളൂ, ആ ലൊക്കേഷന് മാത്രം. മോഡ് ഓഫ് ഓപ്പറേഷൻ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ വേണം. മാർക്കറ്റിംഗ് അഡ്വർടൈസ്മെൻറ്റ് ആക്ടിവിറ്റിയൊക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ, അതിലൊന്നും ഒരു ചേഞ്ചസ് വരുത്താൻ പറ്റത്തില്ല. ഫ്രാഞ്ചൈസി cannot sell the business to highest bidder or leave it member or his family without permission from the franchisor. അതായത് ഈ പറഞ്ഞ ഫ്രാഞ്ചൈസറിൻ്റെ പെർമിഷൻ ഇല്ലാതെ, അതായത് ഇപ്പം ഈ പറഞ്ഞ എന്താണ് ഹയസ്റ്റ് ബിഡർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിൽ കൂടുതൽ ഇത് വന്നാലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രേഡ് മാർക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉള്ള ഒരാളെ ഏറ്റെടുക്കാൻ ഇടയ്ക്ക് വെച്ചോ, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മെമ്പറിനെ ഒഴിവാക്കാനോ ഒന്നും പറ്റത്തില്ല. കാരണം ഫ്രാഞ്ചൈസർ എന്താണോ പറയുന്നത് അതനുസരിച്ച് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ഗുഡ് വിൽ ഓൾവേസ് റിമെയിൻ ദ പ്രോപ്പർട്ടി ഓഫ് ദി ഫ്രാഞ്ചൈസർ ഇൻ സ്പൈൻ ഓഫ് ദി എഫേർട്ട് ബൈ ദി ഫ്രാഞ്ചൈസി. അതുപോലെ തന്നെ ഫ്രാഞ്ചൈസറിന് ഉള്ള പ്രോപ്പർട്ടി ഗുഡ് വില്ല് അത് ഓൾവേസ് റിമെയിൻ ഇൻ ദ ആരിൽ തന്നെയാണ്, ഫ്രാഞ്ചൈസിൽ തന്നെ അത് റിമെയിൻ ചെയ്തു പോകും. അത് ഈ ഫ്രാഞ്ചൈസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുള്ള ലിമിറ്റേഷനാണ്. കാരണം ഫ്രാഞ്ചൈസിക്ക് പരമാധികാരം എപ്പോഴും നിലവിലുണ്ട്. കാരണം ഇത് റിയൽ ഓണർ ആര് തന്നെയാണ്, ഫ്രാഞ്ചൈസർ. ദ ഫ്രാഞ്ചൈസ് ജനറലി റിസർവ് ദ ഓപ്ഷൻ ടു ബൈ ബാക്ക് ഔട്ട്ലൈൻ അപ്പോൺ ടെർമിനേഷൻ ഓഫ് ദി കോൺട്രാക്ട്. കോൺസിക്വൻലി ഫ്രാഞ്ചൈസി ഓൾവേസ് ഓപ്പറേഷൻ under the constant fear of non-renewal on the franchisee agreement. സോ അടുത്ത ലിമിറ്റേഷനാണ്. സോ എപ്പോഴും ഫ്രാഞ്ചൈസിനെ സംബന്ധിച്ചിടത്തോളം ജനറലി റിസർവ് ദ ഓപ്ഷൻ ടു ബൈ ബാക്ക് ആൻഡ് അപ്പോൺ ദി ടെർമിനേഷൻ ഓഫ് ദി കോൺട്രാക്ട്. അതായത് കോൺട്രാക്റ്റുകൾ ബൈബാക്ക് ക്യാൻസൽ ആകുന്ന സമയത്ത്, ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഷെയറുകൾ തിരിച്ചെടുക്കാൻ എന്ത് ചെയ്യും, ആരാവശ്യപ്പെടും, ഫ്രാഞ്ചൈസർ. അങ്ങനെ അയാളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ അയാൾ പറയും. കോൺസിക്വൻലി ദി ഫ്രാഞ്ചൈസി ഓൾവേസ് ഓപ്പറേറ്റ് അണ്ടർ എ കോൺസ്റ്റന്റ് ഫിയർ നോൺ റിന്യൂവൽ ഓഫ് ദി ഫ്രാഞ്ചൈസി എഗ്രിമെൻറ്റ്. അത് റിന്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ പുതിയൊരു സംരംഭം തുടങ്ങാനോ പിന്നീട് പെട്ടെന്ന് ഫ്രാഞ്ചൈസിക്ക് പറ്റാതെ വരും. ദെൻ ഓൾസോ നെക്സ്റ്റ് പോയിന്റ്, എ ഫ്രാഞ്ചൈസി എൻജോയ് ലാക്ക് ഓഫ് ഫ്രീഡം ആൻഡ് ക്രിയേറ്റിവിറ്റി. സ്വന്തം ഫ്രീഡത്തിനോ ക്രിയേറ്റിവിറ്റിയോ അയാൾക്ക് സ്വയമായിട്ട് എടുക്കാൻ പറ്റത്തില്ല, അതൊരു ലിമിറ്റേഷനാണ്. ഇതാണ് മേജർ ഇമ്പോർട്ടൻറ്റ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രാഞ്ചൈസിങ്, അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രാഞ്ചൈസിങ്, വാട്ട് യു മീൻ ബൈ ഫ്രാഞ്ചൈസിങ്, ഡിഫൈൻ ഫ്രാഞ്ചൈസിങ്, ഫീച്ചേഴ്സ് ഓഫ് ഫ്രാഞ്ചൈസിങ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്.